കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ ഒന്നും കഴിച്ചില്ലയോ? ഞാൻ വിളിച്ചിട്ട് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. മക്കളെ, കുഞ്ഞുങ്ങളെ, ഇവരെന്താ ഒന്നും മിണ്ടാത്തെ? കെറിയിച്ചാണോ? എനിക്ക് മനസ്സിലായി. അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഉഴപ്പിത്തല്ലി ഇരിക്കുക. പാപ്പായും മമ്മിയും വഴക്ക് പറഞ്ഞ് പിടിച്ചിരുത്തിയതാണോ? ആണോ? അല്ല. മക്കളെ, ദൈവം വലിയ കാരുണ്യവാനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരുമ്പോൾ അവിടുന്ന് നന്മകളെ മാത്രം പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾ നോക്കിക്കേ, വൃക്ഷത്തിൽ ഫലമുണ്ടാകുമ്പോൾ അത് ഭാരത്തോടെ താഴുക, വിനയപ്പെടുക. എല്ലാ ജീവജാലങ്ങളും ചില്ലിക്കൊമ്പിൽ ചാടി മറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. നമുക്കും ദൈവത്തെ സ്തുതിക്കണ്ടായോ? ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് പാടണ്ടായോ? ദൈവം തന്ന ശ്വാസം, സ്വന്തം സ്വരൂപം, സ്വന്തം മേലെഴുത്ത്, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് അവിടുന്ന് സാധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അത് നമുക്ക് ഗീതത്തിൽ കൂടെ പഠിക്കാം. ഒന്നായി പാടാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹായ്. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. എല്ലാവരും എന്തോ ഇങ്ങനെ വളരെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നേ? എല്ലാവരും ഒന്ന് ശക്തിയായിട്ട് പറഞ്ഞേ ഹായ്. ഓക്കെ, എല്ലാവരും ഒക്കെ വരുന്നതേ ഉള്ളൂ, സമയമായില്ലേ? ഓടിവാ, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാണോ? പാട്ട്, കഥകൾ, പപ്പറ്റ് എല്ലാവർക്കും ഇഷ്ടമാണില്ലേ? എല്ലാവരും അതിനുവേണ്ടി ഓടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഒന്ന് ചുറ്റുപാടിലോട്ട് നോക്കിയാൽ അവിടെ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ. ആ മരത്തിലൊക്കെ എന്തൊക്കെ കിളികളായിരിക്കുന്നില്ലേ? കാക്കയുണ്ട്, കുയിലുണ്ട്, കുഞ്ഞാറ്റ് കിളികളുണ്ട്, പിന്നെന്തോ അണ്ണാറ കണ്ണന്മാരുണ്ട്. ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലോട്ട് ചാടിയൊക്കെ പോകുന്നില്ലേ? ഇവരൊക്കെ ഇങ്ങനെ പല രീതിയിൽ ശബ്ദം ഉണ്ടാക്കും. അതൊക്കെ എന്താ? അവരുടെ ഒരു പാട്ട്. കുയിലൊക്കെ എന്ത് ശബ്ദത്തിലാണ് പാടുന്നത്? ഈ പാടുന്നതും ഈ കുയിലിന് ഈ ശബ്ദവും ഒക്കെ നൽകിയത് ആരാ? യേശു കർത്താവാണില്ലേ? ആ യേശു കർത്താവ് നൽകിയ ശബ്ദത്തിൽ അവൻ എന്തെടുക്കും? ആ ശബ്ദം കൊണ്ട് തന്നെ യേശു കർത്താവിനെ എപ്പോഴും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശു അപ്പച്ചാ, ഞങ്ങൾക്ക് നല്ല സൗണ്ടിനായിട്ട് ഞങ്ങൾ യേശു കർത്താവിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആ കുരുവിയെക്കാട്ടിലും ആ കാക്കയെക്കാട്ടിലും കുയിലിനെക്കാട്ടിലും ഒക്കെ എന്ത് ഭംഗിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല ശരീരം, നല്ല കയ്യ്, നല്ല കാല്, നല്ല കണ്ണുകൾ ഇല്ലേ? എന്ത് ഭംഗിയായിട്ടാണ് സൃഷ്ടിച്ചേ. അപ്പം ഇത്രയും ചെറിയ ആ പക്ഷികളും ഒക്കെ യേശു കർത്താവിനെ സ്തുതിക്കുമെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് സൃഷ്ടിച്ചാൽ നമ്മളെല്ലാം യേശു കർത്താവിനെ സ്തുതിക്കണ്ടായോ? സ്തുതിക്കണം അല്ലേ? അങ്ങനെ ആ കിളികളോട് ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാം? യേശു കർത്താവിനെ സ്തുതിക്കാം. അതിൻ്റെ ആ സ്തുതിക്കുന്ന ഈ കിളികളോട് ചേർന്ന് പാടുന്ന ഒരു ചെറിയ പാട്ട് നമുക്ക് പഠിക്കാമോ? പഠിക്കാം അല്ലേ? ഓക്കെ, അച്ഛൻ അതൊന്ന് ആദ്യം പാടി കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് പഠിക്കാം. ഇതൊരു ചെറിയ ആക്ഷനും കൂടെ ഉണ്ട് ഇതിന്. നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ആക്ഷനും ചേർന്ന് പഠിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഇത് ചെയ്യും. നമുക്ക് പാടാം. ചില്ലയിലെ കുഞ്ഞിക്കുരുവികൾ പാടുന്നു ആ മരച്ചില്ലയിലെ അണ്ണാറ കണ്ണന്മാരും ചിൽ 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 ആടുന്നു. അങ്ങേ മരത്തിലെ കുയിലുകളും കൂവുന്നു, ഇങ്ങേ മരത്തിലെ കാക്കകളും ക്രാ 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 പാടുന്നു. എല്ലാവരും ഒന്നായി ചേർന്ന് ഈശ്വരനെ സ്തുതിച്ചിടുന്നു. ദൈവത്തിൻ പൈതങ്ങളാം നമ്മൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം നമ്മൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം നമ്മൾ നാഥനെ വാഴ്ത്തുന്നു. പാട്ടെല്ലാവരും കേട്ടോ? നല്ല പാട്ടാണോ? ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്കിത് പഠിക്കാം. ഇത്
അച്ഛൻ ഞാൻ പാടിത്തരാം, അത് കേട്ട് നിങ്ങൾ പാടണം. പാടുന്നതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ആക്ഷനും കൂടെ കാണിച്ചു തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചേർന്ന് ചെയ്യണം. ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണിച്ച് നിന്ന് ചെയ്യാം. ഇരുന്നിരുന്നോ, നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണിച്ച് നിന്ന് ചെയ്യാം. പഠിക്കാം. ആ മരച്ചില്ലയിലെ കുഞ്ഞിക്കുരുവികൾ പാടുന്നു ലല്ലലലല്ലലലല്ലല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 ല
പാടുന്നു. ലല്ലലലല്ലലലല്ലലലലലലലലലലലല. അടുത്തത് ആ മരച്ചില്ലയിലെ അണ്ണാറക്കണ്ണന്മാരും ചിൽ 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 ആടുന്നു. എങ്ങനെയാ? ആ മരച്ചില്ലയിലെ അണ്ണാറക്കണ്ണന്മാരും ചിൽ 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 ആടുന്നു. അങ്ങേ മരത്തിലെ കുയിലുകളും കൂ 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 കൂവുന്നു. ഇങ്ങേ മരത്തിലെ കാക്കകളും ക്രാ 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 പാടുന്നു. എങ്ങനാ? അങ്ങേ മരത്തിലെ കുയിലുകളും കൂ 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 കൂവുന്നു. ഇങ്ങേ മരത്തിലെ കാക്കകളും ക്രാ 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 പാടുന്നു. കിട്ടിയോ അത്രയും? നമുക്ക് ആദ്യം തൊട്ട് അത്രയും ഒന്ന് പാടാം. ഓക്കെ, നമ്മുടെ കൂടെ ചേർന്ന് അച്ഛൻ്റെ കൂടെ ചേർന്ന് പാടണം, കൂടെ ആക്ഷനും കൂടെ ചെയ്യണം. ഓക്കെ. ആ മരച്ചില്ലയിലെ കുഞ്ഞിക്കുരുവികൾ പാടുന്നു. ലല്ലലലലലലലലലലലലലലലലല. ഈ മരച്ചില്ലയിലെ അണ്ണാറക്കണ്ണന്മാരും ചിൽ 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 ആടുന്നു. അങ്ങേ മരത്തിലെ കുയിലുകളും കൂ 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 കൂവുന്നു. ഇങ്ങേ മരത്തിലെ കാക്കകളും ക്രാ 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 പാടുന്നു. ഓക്കെ, കിട്ടിയോ? അടുത്തത് എല്ലാവരും ഒന്നായി ചേർന്ന് ഈശ്വരനെ സ്തുതിച്ചിടുന്നു. ദൈവത്തിൻ പൈതങ്ങളാം ഞങ്ങൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം ഞങ്ങൾ നാഥനെ വാഴ്ത്തുന്നു. എങ്ങനെ? എല്ലാവരും ഒന്നായി ചേർന്ന് ഈശ്വരനെ സ്തുതിച്ചിടുന്നു. ദൈവത്തിൻ പൈതങ്ങളാം നമ്മൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം നമ്മൾ നാഥനെ വാഴ്ത്തുന്നു. കിട്ടിയോ? എല്ലാവരും കിട്ടി? എന്നാൽ നമുക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ നമുക്കൊന്ന് ആദ്യം തൊട്ടൊന്ന് ആക്ഷൻ ചെയ്ത് നോക്കാം. പാടുകയും ചെയ്യണേ. നമുക്ക് മ്യൂസിക്കിൻ്റെ കൂടെ ചേർന്ന് പാടി എല്ലാവരും എണ്ണിച്ചോ. നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ അല്ലേ പാടുന്നത്, സാരമില്ല. എല്ലാവരും ചാടി എണ്ണിച്ചിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൂടെ പാടുകയും വേണം, പിന്നെ എന്ത് ചെയ്യണം? ആക്ഷനും വേണം. ഓക്കെ, റെഡി അല്ലേ? ആർ യു റെഡി? ഓക്കെ, ഓ യാ, ഓക്കെ. എല്ലാവരും എണ്ണിച്ചോ, നമുക്ക് പാടാം. ആ മരച്ചില്ലയിലെ കുഞ്ഞിക്കുരുവികൾ പാടുന്നു. ലല്ലലലലലലലലലലലലലലലല. ആ മരച്ചില്ലയിലെ അണ്ണാറക്കണ്ണന്മാരും ചിൽ 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 ആടുന്നു. അങ്ങേ മരത്തിലെ കുയിലുകളും കൂ 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 കൂവുന്നു. ഇങ്ങേ മരത്തിലെ കാക്കകളും ക്രാ 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 പാടുന്നു. എല്ലാവരും ഒന്നായി ചേർന്ന് ഈശ്വരനെ സ്തുതിച്ചിടുന്നു. ദൈവത്തിൻ പൈതങ്ങളാം ഞങ്ങൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം ഞങ്ങൾ നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിൻ പൈതങ്ങളാം ഞങ്ങൾ നാഥനെ വാഴ്ത്തുന്നു. എല്ലാവർക്കും പാട്ടും ആക്ഷനും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സന്തോഷം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? യേശു കർത്താവിനെ പാടി സ്തുതിക്കണം ഇല്ലേ? ആ കാക്കകളും കുയിലുകളും അണ്ണാറക്കണ്ണന്മാരും കുരുവികളുമെല്ലാം അവർക്ക് ലഭ്യമായ ആ നന്മകൾക്കായി യേശു കർത്താവിനെ സ്തുതിക്കുന്ന പോലെ നമ്മളും യേശു കർത്താവിനെ സ്തുതിക്കണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാ ദിവസവും എങ്ങനെ യേശു കർത്താവിനെ സ്തുതിക്കുന്നത്? നമ്മൾ വീട്ടിൽ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പാടണം, പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് പാടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് യേശു കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്യുമല്ലോ. അങ്ങനെ വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കണം, യേശു കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണം. അങ്ങനെ നന്ദിയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ആയിത്തീരാം. അതിനായി യേശു കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി പിന്നെ കാണാം. ബൈ ബൈ. നിങ്ങളെല്ലാവരും ഈ പാട്ട് പഠിച്ചു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ സന്തോഷം കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടമായി. യെസ്, നമ്മുടെ വീടിൻ്റെ ചുറ്റും പറന്നു നടക്കുന്ന
ചില്ലിക്കൊമ്പിൽ ആടിപ്പാടി നടക്കുന്ന കുരുവികൾ പോലും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ജീവിതവും അതേപോലെ ദൈവത്തെ പാടി സ്തുതിച്ച് താങ്ക് യു ജീസസ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണോ? പ്രാർത്ഥിക്കാറുണ്ടോ? ലെസ് പ്രെയർ ലെസ് പവർ, മോർ പ്രെയർ മോർ പവർ, നോ പ്രെയർ നോ പവർ. പവറുള്ള കുഞ്ഞുങ്ങളായി തീരണമെങ്കിൽ ക്രിസ്തുവിനു വേണ്ടി എന്നും ആടിപ്പാടുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു കഥ പഠിക്കാം. നമ്മുടെ ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു നല്ലൊരു കഥയുണ്ട്. ഈ കഥയിലുള്ളത് ഒരു കഴുതയാണ്. നമ്മൾ കഴുതയുടെ കാര്യം പറയുമ്പോൾ സാധാരണ യേശു ക്രിസ്തു കഴുതയുടെ മുകളിലിരുന്ന് യാത്ര ചെയ്ത കാര്യമാണ് നിങ്ങളൊക്കെ ഓർക്കുന്നത് അല്ലേ? ഇത് പക്ഷേ അതല്ല, വേറൊരു കക്ഷി, അതായത് ബിലയാം എന്ന് പറഞ്ഞൊരു പ്രവാചകൻ കഴുതയും കൊണ്ട് പോകുന്നൊരു യാത്രയുടെ കഥയാണ്. ഈ ബിലയാം എന്ന് പറഞ്ഞ പ്രവാചകനെ ആ നാട്ടിലുണ്ടായിരുന്ന മോവാബ്യ രാജ്യത്തുണ്ടായിരുന്ന ഒരു രാജാവുണ്ട്, ബാലാക്ക്. ഈ ബാലാക്ക് വിളിച്ചു ബിലയാമിനെ, ആളെ വിട്ട് ഇങ്ങോട്ട് പോരണേ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്തിനാണെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ ശപിക്കാൻ. ഇസ്രായേൽ മക്കൾ മോശയോടൊപ്പം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ചെങ്കടലൊക്കെ കടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ പല രാജ്യങ്ങളും അവർ കയറി ഇറങ്ങുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഈ മോവാബ് രാജ്യം. ഇവിടുത്തെ രാജാവ് നോക്കിയപ്പം പേടിച്ചു പോയി. കാരണം ഇസ്രായേൽ മക്കളുടെ കൂടെ ഒരു ദൈവമുണ്ടെന്നും ഇസ്രായേൽ മക്കൾ ചെല്ലുന്ന സ്ഥലമെല്ലാം അവിടുത്തെ ആളുകളൊക്കെ തോപ്പിച്ചിങ്ങനെ പോകുന്ന ഒരു ജനമാണെന്നും മനസ്സിലായി. ബാലാക്ക് തീരുമാനിച്ചു, ഈ ബിലയാമെന്ന് പറഞ്ഞ പ്രവാചനെ കൊണ്ട് വന്നിട്ട് ഇവരെ ഒന്ന് ശപിച്ചാൽ ഇവരവിടെ വെച്ച് തന്നെ ചത്തുപോകുന്നൊക്കെ വിചാരിച്ചു. അതിനുവേണ്ടി ബാലാക്ക് ആളെ വിട്ട് അയച്ചിരിക്കുകയാണ് ബിലയാമിനോട് അവൻ്റെ നാട്ടിലേക്ക് വരുവാനും ഇങ്ങനെ ഒരു ശാപം ഇസ്രായേൽ മക്കളുടെ മണ്ടയ്ക്ക് അഴിച്ചു വിടുവാനും. അപ്പോൾ ബിലയാം പറഞ്ഞു, ഞാനിങ്ങനെ ശപിക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ദൈവം പറയുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞു ബിലയാമിനോട് പറഞ്ഞു, നീ പൊക്കോ, പക്ഷെങ്കിൽ എൻ്റെ കമാൻഡ്സ് കേട്ട് മാത്രം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിലയാം മനസ്സോടെ തീരുമാനിച്ചു ഈ ബാലാക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്. അങ്ങനെ തൻ്റെ സ്വന്തം കഴുതയും കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ട്? ബാലാക്ക് രാജാവിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ പോകുന്ന വഴിക്കുണ്ടല്ലോ, ഇടയ്ക്ക് വെച്ച് ഈ കഴുത അങ്ങ് സ്റ്റക്കായിപ്പോയി. കഴുത സ്റ്റക്കായി മാത്രമല്ല, അവിടെ അങ്ങ് തറയിലോട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. ഈ ബിലയാം നോക്കിയപ്പോൾ കഴുത ചുമ്മാ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കിടക്കുന്നു. ബിലയാമിന് ദേഷ്യം വന്നു. കഴുതയോട് ഇങ്ങനെ കുലുക്കിയൊക്കെ എണ്ണിക്കാനൊക്കെ പല പരിപാടിയൊക്കെ നോക്കി, പക്ഷേ കഴുത മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ കിടക്കുക മാത്രമാണ്. അപ്പോൾ ബിലയാം എന്ത് ചെയ്തു? കയ്യിലൊരു വടിയൊക്കെ ഉണ്ടായിരുന്നു, എടുത്ത് പടയെന്ന് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് എങ്ങനെയും കഴുതയെ അങ്ങോട്ട് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് നടക്കാൻ റെഡിയാക്കി നിർത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി ഒരു സ്റ്റെപ്പൊക്കെ കൊണ്ട് മുന്നോട്ട് വെച്ചിട്ട് വീണ്ടും കഴുത അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ അങ്ങിരുന്നു. ബിലയാമിന് പിന്നെയും ദേഷ്യം വന്നു. അടിക്കാൻ തുടങ്ങി, പിച്ചാൻ തുടങ്ങി, തൊഴിക്കാൻ തുടങ്ങി. പക്ഷേ കഴുത അനങ്ങുന്ന പരിപാടിയില്ല. കഴുത നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവിടെ അടിയൊക്കെ കൊണ്ടിരുന്നു. എന്നാലും ബിലയാം സ്വന്തം യജമാനനല്ലേ എന്ന് കരുതി ഒന്നുകൂടൊന്ന് എണ്ണിച്ച് നടക്കാമെന്ന് കരുതിയപ്പോൾ പിന്നെയും പ്രശ്നമായി. സ്റ്റക്കായിട്ട് പിന്നെയും കഴുത അവിടെ ഇരുന്നു. വീണ്ടും ബിലയാമിന് ദേഷ്യം വന്ന് ചറപറയെന്ന് അങ്ങോട്ട് അടി കൊടുക്കാൻ തുടങ്ങി. കഴുത ബിലയാമിനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്ന കഴുതയോ? ആഹാ, ഇവിടെ ദൈവിക പ്രവർത്തനങ്ങളാണ് കുഞ്ഞുങ്ങളെ നടക്കുന്നത്. ബിലയാം ഒരു പ്രവാചകനാണ്, തെറ്റായ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ദൈവം കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ബിലയാമിന് മനസ്സിലാകുന്ന രീതിയിൽ. കഴുത പറഞ്ഞു, എന്നെ നീ 3 പ്രാവശ്യം അടിച്ചു, പക്ഷേ ഞാൻ എന്തിനാണ് ഇവിടെ കിടക്കുന്നതെന്ന് നീ ചോദിച്ചോന്ന് ചോദിച്ചു. ഇല്ല. നീ അറിയാൻ ശ്രമിച്ചോ? ഇല്ല. അപ്പോൾ ബിലയാമിൻ്റെ കണ്ണ് ഈ കഴുതയുടെ സംസാരത്തിലൂടെ ദൈവം തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്തപ്പോൾ ബിലയാം കണ്ടു ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഒരു വാളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബിലയാമിന് പേടിയായിപ്പോയി. ബിലയാം ഞെട്ടിപ്പോയി. അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു കൊടുത്തു, നീ പോകണം, പക്ഷേങ്കിൽ ഈ കഴുതയെ നീ ഒന്നും ചെയ്തേക്കരുത്. നിനക്ക് ഞാൻ നേരിട്ട് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഇവിടെ നിന്നതെന്ന് പറഞ്ഞു. നീ നേരത്തെ എന്തുകൊണ്ട് ഇങ്ങനെ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. സാധാരണ നമ്മളും ഇങ്ങനെയല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ ഇവയൊക്കെ ഇടിക്കും, പൊട്ടിക്കും, അങ്ങനെയൊക്കെയാണ് അല്ലേ? നമ്മൾ വഴക്കുണ്ടാക്കും. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ്? ദൈവം നമ്മളോട് എന്താണെന്ന്
പറയുന്നത് എന്ന് അറിയാനൊന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നമ്മളൊന്ന് ശാന്തമായിരിക്കുകയാണ് വേണ്ടത്. എനിവേ, ബിലിയാമിന് ഇങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടി. ദൈവം ഇടപെട്ടു. കഴുതയ്ക്ക് ഉള്ള അടിയൊക്കെ കൊണ്ടെങ്കിലും കഴുത മൂലം, ഈ ഒരു സിറ്റുവേഷൻ മൂലം ബിലിയാമിനൊരു കാര്യം മനസ്സിലായി, എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം എന്നുള്ളത്. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ബാലാക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ബിലിയാം ആ രാജ്യത്ത് ചെയ്തത്. അപ്പോൾ ഓർക്കുക, നമ്മളും നമ്മുടെ ദേശത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ആലോചനകൾ ചോദിക്കുവാനും റെഡി ആയിക്കൊള്ളുക. കൂട്ടുകാരെ, താങ്ക് യു വെരി മച്ച്. ഹായ്, ഇഷ്ടപ്പെട്ടോ കഥ? ഇന്ന് കഥകളെല്ലാം നിങ്ങളെക്കുറിച്ചായിരുന്നു, ഇല്ലയോ? എന്തിനെക്കുറിച്ചായിരുന്നു കഥ? കറക്റ്റ്, കഴുതയെക്കുറിച്ച്. എൻ്റെ മുമ്പിലിരിക്കുന്ന യേശുവിൻ്റെ കഴുതകൾ. യെസ്, യേശുവിന് വേണ്ടി കഴുതയായി തീരാൻ സാധിക്കണം. ഏത് ചോദ്യത്തിനും ദൈവത്തോട് ഉത്തരം ചോദിക്കുന്ന കഴുതകൾ. യെസ്, ഞാനും ദൈവത്തിനെ ചുമക്കുന്ന കഴുതയാ. ഞാനും ദൈവത്തിൻ്റെ കഴുതയാ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തോട് ചോദിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുന്ന, മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ കഴുതയാണ് ഞാൻ. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം എൻ്റെ രക്ഷിതാവ് ആ കഴുതപ്പുറത്ത് കയറിയവനാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. പിങ്കു, എന്താ? ഓ, നീ എന്താന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം നീ കറക്റ്റായിട്ട് ആൻസർ പറയണം. ഓക്കെ, പറയാം. ഓക്കെ, ഇതാണ് ചോദ്യം. പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഉറങ്ങിക്കഴിയുമ്പോൾ. ഉറങ്ങിക്കഴിയുമ്പോഴോ? നിൻ്റെ ഉറക്കം എപ്പോഴാണ് തീരുന്നത്? അത് എനിക്കറിയത്തില്ല. ഓക്കെ, നിനക്ക് ഇവനറിയത്തില്ല. ഇവന് എപ്പോൾ നോക്കിയാലും ഉറക്കം. ഞാനോ? നിൻ്റെ കാര്യമാണ് പറഞ്ഞേ. ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇവന് പഠിക്കാൻ ഇഷ്ടം. ഇവൻ എപ്പോൾ ഉറങ്ങിക്കഴിയും? സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവൻ ഉറക്കം. രാവിലെ എഴുന്നേക്കാൻ മടിയാണ്. നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കത്തില്ല. വെളുപ്പിനെ എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കത്തില്ല. എന്നാൽ നിങ്ങൾ പറ കൂട്ടുകാരെ, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഏതാ? പല കൂട്ടുകാരും പറയാറുണ്ട് രാത്രി. ഫുൾ മൊബൈലും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നീ? ഞാനോ? എനിക്ക് അറിയില്ല. ഓക്കെ, ഇവന് മൊബൈലില്ല, പക്ഷേ ഇവൻ്റെ കൂട്ടുകാരൻ പിങ്കുവിന് മൊബൈലുണ്ട്. അവൻ്റെ മൊബൈൽ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ നോക്കിയിട്ട് ഞാനങ്ങ് വെക്കും. ഓക്കെ, നോക്കിയിട്ട് ഇവനങ്ങ് വെക്കും, പക്ഷേ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അത് ശരിയല്ല. അങ്ങനെയെങ്കിൽ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം രാവിലെ. നീ രാവിലെ എഴുന്നേക്കാറില്ലല്ലോ. രാവിലെയാണ് ബെസ്റ്റ് സമയം, അത് ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് രാവിലെയാണ് ബെസ്റ്റ് സമയം എന്ന് പറയാൻ കാരണം? മറ്റു വേവ്സോ മറ്റു പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒരു പട്ടി പോലും കിടന്നുറങ്ങുന്ന സമയമാണ് അല്ലേ? ആണാ? അതെ. നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ പട്ടികളൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ ഏർലി മോർണിംഗ് രാവിലെ 4 മണി മുതൽ എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ നമുക്ക് നല്ല ഏകാഗ്രത കിട്ടും, നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ചില കൂട്ടുകാർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ കിടന്ന് ഉറങ്ങും, എന്നിട്ട് വീണ്ടും രാത്രിയിൽ ഒരു 10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പഠിക്കുന്നത് കാണാറുണ്ട്. എൻ്റെ ഫ്രണ്ട് അങ്ങനെ. ഇവൻ്റെ ഫ്രണ്ട് അങ്ങനെയാ? ഏത് ഫ്രണ്ട്? മിന്നു അങ്ങനെയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ പഠിക്കുന്ന കൂട്ടുകാരും ഉണ്ട്. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ചിലർക്ക് ഈവനിങ്ങിൽ രാത്രി പഠിക്കാനാണ് ഇഷ്ടം. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും യോജിച്ച ഒരു സമയം കണ്ടുപിടിച്ചാൽ അത് നല്ലതാണ്. പക്ഷേ മറ്റ് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ, വേവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല ഏകാഗ്രത കിട്ടുന്ന സമയം വെളുപ്പിനെ 4 മണി മുതലുള്ള സമയമാണ്. ആ സമയം നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പഠനത്തെ പറ്റി? ഞാനങ്ങനെ പഠിക്കാറില്ലല്ലോ. ഇവൻ പഠിക്കാറില്ല, ക്ലാസ്സിലെല്ലാം ശ്രദ്ധിച്ചങ്ങ് എക്സാമിന് എഴുതാറാ പതിവ്. അങ്ങനെയുള്ള കൂട്ടുകാരും ഉണ്ട്. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കും, അത് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ പൂർണ്ണമാക്കും.
അങ്ങനെയെങ്കിൽ ദൈവം എല്ലാ സമയത്തും പ്രസൻ്റാണ്. ഗോഡ് ഈസ് എവർ പ്രസൻറ്റ്. യെസ് യെസ് യെസ്. ദൈവം ഉറങ്ങുന്നില്ല, അവൻ ഉണരാൻ സമയമെടുക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, ദൈവം എല്ലാ സമയത്തും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ പഠനത്തെയും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി ദൈവം നമുക്ക് വേണ്ട നന്മകളെല്ലാം പകർന്നു തരും. അതുകൊണ്ട് ഗോഡ് ഈസ് എവർ പ്രസൻറ്റ്. അതുകൊണ്ട് ഏത് സമയം പഠിക്കുന്നു എന്നുള്ളതല്ല, എത്ര താല്പര്യത്തോടെ പഠിക്കുന്നു, ഏറ്റവും ഭംഗിയായിട്ട് അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ് ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാറുണ്ട്? 100ൽ 100 കിട്ടിയവർ എത്ര പേരുണ്ട്? A+. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയും. ഞാൻ ചോദിക്കട്ടെ, തോറ്റവർ എത്ര പേരുണ്ട്? കൈ പൊക്കത്തില്ലെന്നും എനിക്കറിയാം. ഈ 100ൽ 100 കിട്ടിയവർ എപ്പോഴാണ് പഠിക്കുന്നത്? ഞങ്ങളാരും പഠിക്കാറില്ല, പാപ്പായും മമ്മിയും പഠിപ്പിക്കാറേ ഉള്ളൂ. അങ്ങനല്ല. മിടുക്കന്മാർ കൂടുതൽ സമയം ബുദ്ധിയോടുകൂടെ സമയം വിനിയോഗിക്കും, സമയത്തെ ടൈം ചെയ്യാൻ ശ്രമിക്കും. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് രാവിലെ 3 മണി മുതൽ 8 മണി വരെയാണ്. അന്നേരം മൈൻഡ് ഫ്രഷാണ്, നല്ല സമയമാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, നമുക്ക് പഠിക്കാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും. പകലൊക്കെ ഫ്രണ്ട്സ് വരും, വീട്ടിൽ പലരും വരും, ഇങ്ങനെയൊക്കെ നമുക്ക് സമയമില്ല. എന്നാൽ നിങ്ങളുടെ പഠനത്തിൻ്റെ സമയം എത്ര മണിയാ? ഒന്ന് പറയാമോ? എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യണേ. ചെയ്യുമല്ലോ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം നേടാം. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമെച്ചലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമകാരത്തെ നിന്നാൽ കീടേണമേ, മെച്ചമകാരത്തെ നിന്നാൽ കീടേണമേ. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഇമ്പമേറിയാൽ നിൻ അൻപുള്ള സ്വരം മുമ്പേ നടന്നു സാദാ കേൾപ്പിക്കണമേ, മുമ്പേ നടന്നു സാദാ കേൾപ്പിക്കണമേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ, നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിട. എനിക്കറിയാം പാടാം നേടാം എന്ന സെഗ്മെൻറ്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.